ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് എനിക്ക് കിട്ടണം. അങ്ങനെയുള്ള ഒരാളിനെ വേണം നോക്കാൻ. ആളെയൊക്കെ കിട്ടും. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യമൊക്കെ എല്ലാവർക്കും അറിയാടാ. ഞാനൊന്ന് നോക്കട്ടെ, പറ്റുമെങ്കിൽ നാളെ തന്നെ ഒരാളെ കൊണ്ടുവരാം. ആ, എന്ത് വേണമെന്ന് നീ തീരുമാനിക്കേ. മോളെ നാഗശാപം ഭരിച്ചോട്ടെ ഗോപാല മാമ. നാഗത്തന്മാര് എന്നെ കൊത്തി കൊന്നോട്ടെ. എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. ഞാനത് സന്തോഷത്തോടെ ചെയ്യും. എങ്കി വാ. വേണ്ട മാഡം, അവളൊരു പെൺകുട്ടിയല്ലേ. അവൾക്കും ഉണ്ടാവില്ലേ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങള്? എന്റെ മകളുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോയാലും എനിക്കത് പ്രശ്നമല്ല. മാഡം, എനിക്കൊരു അപേക്ഷയുണ്ട്. നാളെ അമ്മയുടെ ഓപ്പറേഷനാണ്. ആ സമയത്ത് ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിക്കണം. അത് കഴിഞ്ഞ് മാഡം പറയുന്ന എന്ത് കാര്യത്തിനും ഞാൻ വന്നോളാം. എന്റെ അമ്മയാണ്. നാളെ നവീന്റെ വീട്ടില് ഹൽദിയുടെ ഫംഗ്ഷനാണ്. ചെറുക്കനും പെണ്ണും പങ്കെടുക്കേണ്ട ചടങ്ങ്. അത് തീരുമാനിച്ച സമയത്ത് തന്നെ നടക്കണം. അയ്യോ മാഡം, പ്ലീസ് മാഡം, ഒരു ദിവസം മാഡം എന്നെ അനുവദിക്കണം മാഡം. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കണം മാഡം. ഒരു ദിവസം ഒന്ന് സമ്മതിക്കണം മാഡം. ഞാൻ യാചിക്കാണ് മാഡം. ഒന്ന് സമ്മതിക്കും മാഡം. പ്ലീസ് മാഡം, പ്ലീസ്. ഒന്ന് സമ്മതിക്കും മാഡം. എന്റെ അമ്മയുടെ ഓപ്പറേഷനാണ് മാഡം. പ്ലീസ് മാഡം, പ്ലീസ്. നാളെ ഞാൻ തീരുമാനിച്ച സമയത്ത് ഹൽദി നടന്ന അതേ സമയത്ത് ഓപ്പറേഷൻ ഇവിടെ നടക്കും. അതല്ല, മുടക്കാനാണെങ്കിൽ രണ്ടും മുടങ്ങും. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എന്താ വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. എന്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഞാനിനി ജീവനോടെ ഉണ്ടാവാനും സാധ്യതയില്ല. പക്ഷെ എന്റെ ജീവൻ സ്വീകരിച്ച് എന്റെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി മാറുമെന്ന് അവിടുന്ന് എനിക്ക് ഉറപ്പ് തരണം. മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. എന്റെ ഗോപാല, ഈ നേരത്തെ ആ വീട് വിൽക്കുന്ന കാര്യത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുവോ? നമ്മുടെ വല്ലാർപാറ ടെർമിനലേ ഒന്നുകൂടി വികസിച്ചാലുണ്ടല്ല, ഇപ്പൊ നിന്റെ വീട് സ്ഥലം കൂടി എത്ര രൂപ കിട്ടുന്ന നീ വിചാരിക്കുന്നേ? അതൊക്കെ ശരിയാടാ മുരളി, പക്ഷേ ഇതൊരു അത്യാവശ്യമായി പോയി. എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? അത് നീ അതെത്ര കഷ്ടപ്പെട്ടാന്ന് വാങ്ങിച്ചെന്ന് എനിക്കറിയാം. അന്ന് നിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അല്ല, ഇപ്പൊ കൈവിട്ട് കളഞ്ഞാലേ സിറ്റിക്കകത്ത് അതേപോലെ ഒരു സ്ഥലവും വീടും കൂടെ കിട്ടൂല. ഈ ജന്മത്ത് നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. അത് സത്യം തന്നെയാ. പക്ഷേ എടാ, ഭാഗ്യമോൾക്ക് വേണ്ടി നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോടാ? നിന്റെ ഈ ലോട്ടറി കച്ചവടം കൊണ്ട് അവക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
പണ്ടാണെങ്കിലേ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവിടെ കല്യാണത്തിന്റെ ചെലവ് മാത്രം പറഞ്ഞാ മതി. ഇപ്പൊ അതാണോ? പഠിപ്പിനൊക്കെ എന്താ ചെലവ്? കല്യാണത്തേക്കാ കൂടുതലേ. അതിനു വേണം ഏതിന്? പഠിപ്പിന്. അവക്കൊരു കാര്യം വരുമ്പോ അത് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? അവളെപ്പോലൊരു മോൾക്ക് വേണ്ടി തന്നെയാടാ. അവളും ഞങ്ങളുടെ മോളാ. നീ ആരെ കുറിച്ചായി പറയണേ? കുറച്ചു ദിവസം എന്റെ കൂടെ ലോട്ടറി വിൽക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കൃഷ്ണ. നിന്റെ നാട്ടിലെ കൊച്ച്. അതൊരു പാവാടാ. അതിന് അമ്മ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല ആ പാവങ്ങളുടെ കയ്യില്. ഇപ്പോ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നിരിക്കുക. അമ്മ ആശുപത്രിയിലാടാ. അതിനു വേണ്ടിയാ ഞാൻ ഈ കാശ് അന്വേഷിക്കുന്നത്. എടാ, എന്നാലും നീ എന്നെ ഒന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കണ്ട. എനിക്കും സുനന്ദയ്ക്കും അതിന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. മുരളി, അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് എനിക്ക് കിട്ടണം. അങ്ങനെയുള്ള ഒരാളിനെ വേണം നോക്കാൻ. ആളെയൊക്കെ കിട്ടും. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യമൊക്കെ എല്ലാവർക്കും അറിയാടാ. ഞാനൊന്ന് നോക്കട്ടെ. പറ്റുമെങ്കിൽ നാളെ തന്നെ ഒരാളെ കൊണ്ടുവരാം. അഥവാ നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും വരില്ലടാ. ഞങ്ങളത് ഉറപ്പിച്ചതാ. നമ്മൾ പാവങ്ങളല്ലേ, പരസ്പരം സഹിക്കാനേ ഉള്ളൂ. എല്ലാം ദൈവം തീരുമാനിച്ചതാവും. ഇനി ഓരോരുത്തരായി വന്ന് 100 പാലും അർപ്പിച്ച് പ്രാർത്ഥിക്കുക.